ആളുകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇലക്ഷൻ സമയത്ത് അവർ ഏറ്റവും വൈകാരികമായിട്ട് എടുക്കുക. അതിലിപ്പോൾ നിലവിൽ ഉള്ള ഒരു പ്രധാന പ്രശ്നങ്ങളൊന്ന് പാചകവാതകത്തിന്റെ ലഭ്യത കുറവാണ്. പല ഹോട്ടലുകളും ഇതിനോടകം തന്നെ പൂട്ടിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിന്റെ അനുരണനങ്ങൾ എന്നുള്ള പേരിലൊക്കെ നമുക്കതിനെ പെട്ടെന്ന് പറയാമെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണ്? സംസ്ഥാന ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ഒരുപാട് പരിമിതികളുണ്ട്. പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരമാണ്. നമുക്കാണെങ്കിൽ ഇവിടെ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയുടെ സ്ഥലമാണ് ഈ തൃശ്ശൂർ കേരളം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന പോലെയുള്ള ഒരു വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സന്യാസി വര്യന്മാരൊക്കെ പണ്ട് കാലത്തെ വിറക് കല്ലൊരച്ചൊക്കെ തീണ്ടാക്കിയിരുന്ന ആളുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഗ്യാസ് ഇല്ലെങ്കിലും ജീവിക്കാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സൊല്യൂഷൻസ് പറഞ്ഞു വരുന്ന ഭരണാധികാരികളല്ല നമുക്ക് വേണ്ടത്. ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ തന്നെ ഇന്ത്യയെ പോലുള്ള രാഷ്ട്രം എടുക്കുന്ന നിലപാടുകൾ സംശയാസ്പദമായ നിലപാടുകളാണ്. കുക്കിംഗ് ഗ്യാസിന്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായ സമയത്ത് റഷ്യ നമുക്ക് ഏറ്റവും വില കുറച്ച് ക്രൂഡ് ഓയിൽ തന്നു. ആ വില കുറച്ച് ക്രൂഡ് ഓയിൽ തന്ന കാലത്ത് ഇവിടുത്തെ പെട്രോളിയം കമ്പനികൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആ ലാഭം പങ്കുവെച്ച് തന്നിട്ടുണ്ടോ? കൊള്ളലാഭം മുഴുവനും അന്താരാഷ്ട്ര വിലയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ പെട്രോളും നാച്ചുറൽ ഗ്യാസും ഡീസലും ഒക്കെ വിറ്റത് വൻകിട കോർപ്പറേറ്റുകളാണ്. അവരോട് ഒരു കേന്ദ്ര ഗവൺമെന്റും വില കുറച്ച് കിട്ടുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയ്ക്ക് അനുസൃതമായിട്ട് മാത്രമേ പെട്രോളിന്റെയും ഡീസലിന്റെയും കുക്കിംഗ് ഗ്യാസിന്റെയും വില ഈടാക്കാൻ പാടുള്ളൂ എന്ന് ഒരു കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞിട്ടില്ല. ഇപ്പോ ക്രൂഡ് ഓയിലിന്റെയും നാച്ചുറൽ ഗ്യാസിന്റെ ലഭ്യത കുറയുമ്പോൾ അതിന്റെ എല്ലാ കെടുതികളും ജനങ്ങൾ അനുഭവിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത്തരം ഘട്ടങ്ങളിലാണ് ഗവൺമെന്റ് ശക്തമായിട്ട് ഇടപെടേണ്ടത്. ലക്ഷക്കണക്കിന് കോടി ലാഭം ഉണ്ടാക്കിയിട്ടുള്ള വൻകിട കോർപ്പറേറ്റ് എണ്ണ കമ്പനികൾ ഇത്തരത്തിലുള്ള കാഷ്വാലിറ്റി സമയത്ത് അവരുടെ ലാഭവിഹിതം നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കണം. നരേന്ദ്രമോദി പറഞ്ഞിരുന്ന കാര്യം, നിങ്ങൾ പൂർണ്ണമായ പൈസ കൊടുത്ത് കുക്കിംഗ് ഗ്യാസ് മേടിച്ചോളൂ, പകരം നിങ്ങളുടെ സബ്സിഡി ഞങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരുന്നാണല്ലോ പറഞ്ഞിരുന്നത്. 8-9 കൊല്ലമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആ സബ്സിഡി കൊടുത്തിട്ടില്ല. ഇപ്പൊ ഗവൺമെന്റ് കൊടുക്കട്ടെ. ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ ഇപ്പൊ BJP ഗവൺമെന്റ് തയ്യാറാകണം. അപ്പൊ ജനങ്ങളെ കഷ്ടപ്പാടിലേക്ക് തള്ളിവിടാനല്ല ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത്, അവരെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഒരു യുദ്ധത്തിന്റെ കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചില സഫർ ചെയ്യേണ്ട ഘട്ടങ്ങൾ, അത് സ്വാഭാവികമായിട്ട് ഒരു ജനത ഒരുമിച്ച് നേരിടേണ്ട ഘട്ടങ്ങളിൽ ഇപ്പോൾ ഒരു പ്രളയം വന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് നേരിട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു യുദ്ധം വരുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെതായ കെടുതികൾ നമ്മുടേതല്ലാത്ത കാരണത്താൽ അങ്ങനെ യുദ്ധങ്ങളൊക്കെ വരുന്ന സമയത്തും ഉണ്ടാവുന്ന കെടുതികൾ എന്താണെങ്കിലും അതിപ്പോൾ BJP ആണ് ഭരിക്കുന്നതെന്ന് കരുതി എല്ലാം അവരെ തല്ലി കെട്ടിവെക്കുക എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ ജനങ്ങൾ ചില കാര്യങ്ങളിൽ നിലപാടെടുത്ത് പോകേണ്ടി വരും. പക്ഷെ ആ രീതിയിലേക്ക് ഇന്ന് ഇന്ത്യ എത്തിയിട്ടില്ല. ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് വിചാരിച്ചാൽ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന പാചകവാതകത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കേന്ദ്രത്തിന് കഴിയും. പക്ഷെ അത് കോർപ്പറേറ്റ് എണ്ണ കമ്പനികളെ കൊണ്ട് ആ പണി ചെയ്യിപ്പിക്കാനുള്ള ആർജവം BJP ഗവൺമെന്റ് ഉണ്ടാവണം.